വെൽക്കം ടു GNPSK ടെലി ക്ലാസ്സസ്. നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റീൻ്റെ കുറച്ച് കാര്യങ്ങൾ, ജീൻ്റെ വാല്യൂ 9.8 അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി 20 വെർട്ടിക്കലി അപ്വേർഡാണ്. വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഫ്രം ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്യാണ് ഒരു ബോൾ. ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം വെർ ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ. 20 മീറ്റർ പെർ സെക്കൻഡ് 25 ഫ്രം ദ ഗ്രൗണ്ട്. ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? എത്ര ഹൈറ്റ് വരെ പോകും? നെക്സ്റ്റ് വൺ, ഹൗ ലോങ് വിൽ ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? ഹൗ ലോങ്, അപ്പോൾ ടൈമാണ് കാണേണ്ടത്. ടൈം, ഓക്കെ, ഗ്രൗണ്ടിൽ വരെ എത്താനുള്ള ടൈമാണ് കാണേണ്ടത്. ഓക്കെ, യെസ്. ഇവിടെ ചെയ്യാൻ നമുക്ക് സ്പേസ് ഇല്ല, അതുകൊണ്ട് ബോർഡ് എടുക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 25 മീറ്ററാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും മുകളിലേക്ക് വെർട്ടിക്കലി അപ്വേർഡായിട്ട് പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത ഉടനെയുള്ള വെലോസിറ്റി ആയതല്ലേ, ഈ വെലോസിറ്റിയാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനി അത് ഏറ്റവും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി എന്തായി വരും? വെലോസിറ്റി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. വെലോസിറ്റി കുറഞ്ഞ് വെലോസിറ്റി എന്താവുന്നു? 0 ആകുന്നു. വെലോസിറ്റി 0 ആകുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര ഹൈറ്റ് വരെ പോകുന്നതാണ്, എത്ര ഹൈറ്റ് വരെ ഇത് റൈസ് ചെയ്യും എന്നായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഫോമുല v² = u² + 2as ഫോമുല വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് തന്നെ, സൈൻ കൺവെൻഷൻ വെക്കാതെ ചെയ്യുന്നു. സൈൻ കൺവെൻഷൻ വെക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ വെക്കാതെ ചെയ്യുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? മുകളിലേക്കല്ലേ പോകുന്നത്, അപ്വേർഡാണ്. അപ്വേർഡ് പോകുമ്പോൾ എന്തെടുക്കണം? a-g എടുക്കണം. ബാക്കി സൈൻ ഒന്നും നോക്കണ്ട. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇതാണ് 0² = 20² + 2 × a. അപ്വേർഡ് അല്ലേ, അപ്വേർഡ് ആകുമ്പോൾ എത്ര എടുക്കുക? -9.8 അല്ലേ എടുക്കണ്ടേ? അപ്വേർഡ് ആകുമ്പോൾ ഇങ്ങനെയല്ലേ എടുക്കണ്ടേ? ആ ക്വസ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യമുണ്ട്, g = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു ആ ക്വസ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ. 9.8 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10ൻ്റെ അടുത്തല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 9.8ന് പകരം വേണേൽ 10 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അപ്വേർഡാണ്. അപ്വേർഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു a- എടുക്കണം അല്ലേ. സൈൻ കൺവെൻഷൻ വെക്കാതെ ചെയ്യുന്നു. ബാക്കി ഒന്നിൻ്റെ സൈൻ നോക്കണ്ട, മാത്രം. അപ്വേർഡ് ആണെങ്കിൽ -, ഡൗൺവേർഡ് ആണെങ്കിൽ പ്ലസ് എടുക്കാനല്ലേ പറഞ്ഞത്, സൈൻ കൺവെൻഷൻ വെക്കാതെ ചെയ്യുമ്പോൾ. അപ്പോൾ -9.8 എന്നുള്ള -10 എടുക്കാം. -10 പിന്നെ h. ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ ഹൈറ്റ്, h. അപ്പോൾ 0 ഇത് ഇത്ര ഒരു -20h. അപ്പോൾ 0 = 400 - 20h വരും. അപ്പോൾ ഇതും കൊണ്ട് എടുത്താൽ 20h = 400 വരും. 0 ക്യാൻസൽ ആവും. സോ h = എത്ര കിട്ടും? 40/2 വരും. 20 മീറ്റർ വരും. h = 20 മീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ടൈം കാണാനാണ്. ടൈം എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും ടോപ്പിൽ പോയിട്ട് താഴെ വരെ ഗ്രൗണ്ട് വരെ എത്താനുള്ള ടൈമാണ് ചോദിച്ചത്. ഇവിടെ മുതൽ ഇത് ഗ്രൗണ്ട് വരെ എത്താനുള്ള ടൈമാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അപ്വേർഡ് ടൈം കാണണം, മുകളിലേക്ക് പോകാനുള്ള ടൈം കാണണം, പിന്നെ താഴോട്ടേക്ക് വരാനുള്ള ടൈം കാണണം. അപ്പോൾ ആദ്യം ഞാൻ അപ്വേർഡ് ടൈമാണ് കാണുന്നത്. അപ്വേർഡ് ടൈം കാണാൻ നമ്മളൊരു ഫോമുലെല്ലാം പഠിച്ചിട്ടുണ്ട്. T = u/g അല്ലേ. അപ്വേർഡുള്ള ടൈം T = u/g. ഡൗൺവേർഡുള്ള ടൈം
ഇവിടെ മുതൽ ഇവിടെ റൂട്ട് ഓഫ് ടൈമിന് വേറെ ഇക്വേഷൻ ഉണ്ട്, റൂട്ട് ഓഫ് 2h/g ടൈം കാണാൻ. അതൊന്നുമല്ലേ നമ്മൾ ഇപ്പോൾ ശരിയായ മെത്തേഡ് തന്നെ ഫുള്ള് ഇത് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് അപ്വേർഡ് ടൈമാണ്. അപ്വേർഡ് ടൈം ഞാൻ പറഞ്ഞു സൈൻ കൺവെൻഷൻ വെക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് എ എന്തെടുക്കുക, a-g, താഴോട്ടേക്ക് a+g എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫോമിൽ എടുക്കുന്നു v = u + at. ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് അപ്വേർഡ് മാത്രമാണ്. അപ്വേർഡ് ആകുമ്പം അപ്വേർഡ് മോഷനിൽ ഇത് u ഇത് v. അപ്പോൾ v എന്താണ് 0. അപ്വേർഡ് u എത്രയാണ് 20, u20 + at. അപ്വേർഡ് അല്ലേ, അപ്വേർഡ് ആകുമ്പോൾ a എന്തെടുക്കണം -g -9.8. അപ്പോൾ -10 എടുക്കുക, -g 9.8 10 എടുക്കുക t. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്താൽ 10t = 20. അപ്പോൾ t = 20/10 = 2 സെക്കൻഡ് വരും. അപ്പോൾ ടൈം 2 സെക്കൻഡ് കിട്ടി. ഏത് ടൈം? അപ്വേർഡ് ടൈം മാത്രമാണ്. അപ്വേർഡ് ടൈം മാത്രമാണ് 2 സെക്കൻഡ്. ഇനി ഞാൻ ഡൗൺവേർഡ് എടുക്കുന്നു. ഡൗൺവേർഡ് എടുക്കുന്ന സമയത്ത് അപ്വേർഡ് നമ്മൾ മുമ്പേ പറഞ്ഞത് അപ്വേർഡുള്ള വി ആണ്, ഈ വി ആണ് അപ്വേർഡിൻ്റെ വി ആണ് ഡൗൺവേർഡിൻ്റെ യു. അപ്പോൾ ഡൗൺവേർഡ് എടുക്കുമ്പോൾ യു എന്താണ് 0. ഈ വി ആണ് ഡൗൺവേർഡിൻ്റെ യു അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പോൾ 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ടൈമല്ലേ കാണേണ്ടത്, ടൈം കാണണം. ടൈം കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മുതൽ ഇവിടെ വരെ എച്ച് എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയ എച്ച് ഈ എച്ച് ആണ്. ഇവിടുന്ന് ഇത് പോയ ഹൈറ്റ് ഈ എച്ച് നമുക്ക് കിട്ടി എത്ര? 20 മീറ്റർ. ഈ ഹൈറ്റ് നമുക്ക് 20 മീറ്റർ നേരത്തെ കിട്ടി, 20 മീറ്റർ. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 ഉണ്ട്. അപ്പോൾ ഇത് 20 നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് 20 ഇത് 25. അപ്പോൾ ടോട്ടൽ എത്രയായി? 20 25 45 ആയി. അപ്പോൾ 45 മീറ്ററാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ശരിക്കും അത് താഴോട്ടായതുകൊണ്ട് സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? താഴോട്ടാകുമ്പോൾ എച്ച് താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ -45 എന്ന് എടുക്കണം. നമ്മൾ അതൊന്നും നോക്കുന്നില്ല, h 45 എടുക്കുക. ഇപ്പോൾ ഡൗൺവേർഡാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു, h = ut + ½ at². സൈൻ കൺവെൻഷൻ ഒന്നും നോക്കുന്നില്ല. u ഇപ്പോൾ 0 ആണ്. u 0 ആയതുകൊണ്ട് ut, u 0 ആയതുകൊണ്ട് ഇത് 0 ആയതുകൊണ്ട് ഇത് 0 ആവും. എച്ച് എന്തെടുക്കുക? ഡൗൺവേർഡ് അല്ലേ. ഡൗൺവേർഡ് ആകുമ്പം സൈൻ കൺവെൻഷൻ നോക്കുന്നില്ലല്ലോ, അപ്പോൾ എ എന്തെടുക്കുക? ഡൗൺവേർഡ് ആകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഡൗൺവേർഡ് ആകുമ്പോൾ എ എന്തെടുക്കുക? എ +9.8 എടുക്കുക, +g. എച്ചിൻ്റെ സൈൻ ഒന്നും നോക്കണ്ട. അപ്പോൾ h 45 തന്നെ എടുക്കുക, -45 ഒന്നും എടുക്കണ്ട, 45. കാരണം 45 എടുക്കാൻ കാരണം ഇവിടെ മുതൽ ഇവിടെ വരെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് ഹൈറ്റും ആഡ് ചെയ്യണം. 45 ½ ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് ആകുമ്പോൾ എത്രയാണ്? ഡൗൺവേർഡ് ആകുമ്പം എ എന്ന് പറയുന്നത് +9.8 +g. അപ്പോൾ 10 എടുക്കുക, +9.8 +10 × t². ഇത് ക്യാൻസൽ ചെയ്താൽ 5 വരും. അപ്പോൾ ഇതും കൊണ്ടെടുത്താൽ 45/5 ആണ് t². അപ്പോൾ 9 = t². സോ t = √9 = 3 സെക്കൻഡ് വരും. അപ്പോൾ ടൈം 3 സെക്കൻഡ്. അപ്പം ഇതൊരു 2 സെക്കൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്വേർഡ് ടൈം മുകളിലേക്ക് പോകാനുള്ള ടൈം 2 സെക്കൻഡ്. ഇനി മുകളിൽ നിന്ന് ഗ്രൗണ്ട് വരെ എത്താനുള്ള ടൈം 3 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? 2 സെക്കൻഡ് + 3 സെക്കൻഡ് 5 സെക്കൻഡ്. 5 സെക്കൻഡാണ് ടോട്ടൽ ടൈം. ഇപ്പോൾ ടോട്ടൽ ടൈം 5 സെക്കൻഡ് ആണല്ലോ. ഇപ്പോൾ ടോട്ടൽ ടൈം 5 സെക്കൻഡാണ്. ടോട്ടൽ ടൈം 5 സെക്കൻഡാണ്. ഓക്കെ, ഈ ടോട്ടൽ ടൈം നമ്മളിപ്പം സൈൻ കൺവെൻഷൻ നോക്കാതെയല്ലേ ചെയ്തത്. നമ്മളാകെ ചെയ്തെന്നാൽ വേറെ ഒന്നിൻ്റെ സൈനും നോക്കിയിട്ടില്ല. നമ്മളെന്ത് ചെയ്തു? അപ്വേർഡ് എ എന്തെടുത്തു? അപ്വേർഡ് ആകുമ്പോൾ a - g എടുത്തു. ഡൗൺവേർഡ് ആകുമ്പോൾ a എന്തെടുത്തു? +g +9.8 +10 അങ്ങനെ എടുത്ത് അങ്ങ് ചെയ്തു. വേറെ എച്ചിൻ്റെ ഒന്നും സൈനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇതേ ക്വസ്റ്റ്യൻ ടോട്ടൽ ടൈം നിങ്ങൾക്ക് 5 സെക്കൻഡ് അല്ലേ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ ടൈം നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ ടൈം കണ്ടത് ആദ്യം മുകളിലേക്കുള്ള ടൈം കണ്ടു, പിന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള ടൈം കണ്ടു, എന്നിട്ട് 2 ടൈമും ആഡ് ചെയ്തു. അങ്ങനെയല്ലേ നമ്മൾ ടോട്ടൽ ടൈം കണ്ടത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോ. സൈൻ കൺവെൻഷൻ ടോട്ടൽ ടൈം 5 സെക്കൻഡാണ് കിട്ടിയത്. നോക്കാം, ടോട്ടൽ ടൈം 5 സെക്കൻഡാണ്.
നിങ്ങൾ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യാണ് അടുത്ത മെത്തേഡ്. ഇതേ ക്വസ്റ്റ്യൻ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യാണ്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ സൈനും നോക്കണം. എല്ലാ ഫാക്ടേഴ്സിൻ്റെ സൈനും നിങ്ങൾ നോക്കണം. പ്ലസ്സോ മൈനസോ നോക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക, സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് എ എപ്പോഴും മൈനസ് ജി എടുക്കണം. അത് മുകളിലേക്ക് പോയാലും താഴോട്ട് വന്നാലും എല്ലാം മൈനസ് ജി എടുക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും മൈനസ് ജി എടുക്കണം. സൈൻ കൺവെൻഷൻ നോക്കാതെ ചെയ്യുമ്പോൾ മുകളിലേക്ക് എ മൈനസ് ജി, താഴോട്ട് വരുമ്പോൾ എ പ്ലസ് ജി. അങ്ങനെ നേരത്തെ ചെയ്തേ. ഇതിപ്പോൾ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എപ്പോഴും മൈനസ് ജി എടുക്കുക. എപ്പോഴും ഡൗൺവേർഡ് ആയതുകൊണ്ട് അത് എപ്പോഴും മൈനസ് ജി എടുക്കുക. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് ജി എടുക്കുക. ഇനി ഞങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നോക്കേ, ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. നേരത്തെ നമ്മൾ മുകളിലേക്ക് പോയത് ആദ്യം ചെയ്തു, താഴോട്ട് വന്നത് പിന്നെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തില്ലേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ മുകളിലേക്ക് പോയ ഇതൊക്കെ കട്ട് ചെയ്യും. എസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ പഠിച്ചെന്താണ്? ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇനീഷ്യൽ പോയിൻ്റ് ഇതല്ലേ, മുകളിലേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ ഒഴിവാക്കുക. ഇനീഷ്യൽ പോയിൻ്റ് ഇതല്ലേ, ഫൈനൽ പോയിൻ്റ് ഇതല്ലേ. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ, ഇവിടെ മുതൽ ഇവിടെ താഴോട്ടാണ്. സൈൻ കൺവെൻഷൻ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഡയറക്ഷൻ നോക്കണം. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ, അപ്പോൾ ഈ മൂവ്മെൻ്റ് ഒന്നും പാത്തൊന്നും നമുക്ക് വേണ്ട. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ഈ സംഭവം വേണ്ട. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ എത്രയാണ്? 25. ഇതേ ഉള്ളൂ. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ 25 ഉള്ളൂ. പിന്നെ അത് ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, താഴോട്ടേക്കാണ്. ഇനീഷ്യൽ പോയിൻ്റ് നിന്ന് ഫൈനൽ പോയിൻ്റേക്ക് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ പ്രകാരം ഇത് ഡൗൺവേർഡാണ്. ഇപ്പോൾ 25 അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ 25 അല്ലേ, അത് -25 എടുക്കണം. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇത് -25 എടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് -25 വേണ്ടോ. യു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ സംഭവം ഒന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. നമ്മൾ ഇതാ ഈ സംഭവത്തെ നോക്കിയാൽ മതി. യു എന്ന് പറയുമ്പോൾ ഇത് യു, ഇനീഷ്യൽ വെലോസിറ്റി യു എങ്ങോട്ടാണ് ഉള്ളത് നോക്ക്, കറക്റ്റ് നോക്ക്. യു ഉള്ളത് അപ്വേർഡ് അല്ലേ. ഫസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്വേർഡ് അല്ലേ മക്കളെ. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഏത് അപ്വേർഡ് പോയി പിന്നെ ഡൗൺവേർഡ് വന്നു, ഇങ്ങനെ ഈ രണ്ട് സെക്ഷനായിട്ടൊന്നല്ല ചെയ്യുന്നത്. ആദ്യം അപ്വേർഡ് മോഷൻ കൺസിഡർ ചെയ്തു, പിന്നെ ഡൗൺവേർഡ് മോഷൻ കൺസിഡർ ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ത്രൂ ഔട്ട് ഒറ്റയടിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലുള്ള യു നോക്കൂ. യു എങ്ങനെയല്ലേ, അപ്വേർഡ് അല്ലേ. അപ്വേർഡ് ആകുമ്പോൾ അത് പ്ലസ് എടുക്കണം. +20 +20 ടി പ്ലസ് ഹാഫ്. ഞാൻ പറഞ്ഞെന്താണ്, എ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ സൈനും നോക്കണം. അങ്ങനെ എച്ചിൻ്റെ സൈനൊക്കെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് സൈനൊക്കെ നമ്മൾ നോക്കി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, എ എപ്പോഴും എന്തെടുക്കണം, -g എടുക്കണം. എപ്പോഴും -g എടുക്കണം. -g എന്ന് പറയുമ്പോൾ -10 ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ -25 = 20t മൈനസ് ഇത് കട്ട് ചെയ്താൽ 5 വരും, -5 ടി സ്ക്വയർ വരും. ഇത് ത്രൂ ഔട്ടായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാ ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -5 വരും. ഒന്നുമില്ല, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 വരും. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 പോവും, -t സ്ക്വയർ ആവും. ഇനി ഇതൊക്കെ ലെഫ്റ്റിലേക്ക് എടുത്താലോ, -t സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ ടി സ്ക്വയർ, 40 ഇങ്ങോട്ട് വന്നാൽ -40, പിന്നെ ഇവിടെ -5 ഉണ്ട്, -5 എല്ലാം ലെഫ്റ്റിലേക്ക് എടുത്തു. ലെഫ്റ്റിലേക്ക് എല്ലാം എടുത്തുകൊണ്ട് =0 അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്ന മൾട്ടിപ്ലൈ ചെയ്താൽ -5, ആഡ് ചെയ്താൽ -4 അല്ലേ. അപ്പോൾ ഇതിങ്ങനെ എഴുതി കൂടെ, t -5 × t + 1 = 0 ഇങ്ങനെ എഴുതാം. ഇത് ചെയ്തൊക്കെ ഇങ്ങനെ കിട്ടും അല്ലേ. അങ്ങനെയാണ് എന്തൊക്കെ എഴുതാം, t - 5 = 0, t + 1 = 0 അങ്ങനെ എഴുതാം. അപ്പോൾ t - 5 = 0, t + 1 = 0.
ഇത് പ്രകാരം നമുക്ക് t = 5 കിട്ടും. ഇത് പ്രകാരം t = 5 സെക്കൻഡ് കിട്ടും. ഇത് പ്രകാരം t = അങ്ങോട്ട് -1 സെക്കൻഡ് കിട്ടും. ഇന്നല്ലേ വരിക. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇത് -1 അല്ലേ കിട്ടിയ, -1 ആണ്. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ടൈം ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇതൊരിക്കലും വരില്ല, നെഗറ്റീവ് ഒരിക്കലും വരില്ല. ടൈം ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ടൈം എത്രയാണ്? 5 സെക്കൻഡ്. ഇതാ നമ്മൾ നേരത്തെ കണ്ട ടോട്ടൽ ടൈം 5 സെക്കൻഡ് അല്ലായിരുന്നോ? അപ്പോൾ ടോട്ടൽ ടൈം ഇപ്പോൾ 5 സെക്കൻഡ് കിട്ടിയില്ലേ? അപ്പോൾ ഈ സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? നിങ്ങൾ അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും രണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട, ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം. മറ്റേ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ആദ്യം സൈൻ കൺവെൻഷൻ നോക്കാതെ ആദ്യം ചെയ്ത മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ആ കേസിൽ ആകെ ഒന്നിൻ്റെ ഇത് മാത്രമേ നോക്കിയുള്ളൂ. അപ്വേർഡ് ആകുമ്പോൾ a-g, ഡൗൺവേർഡ് ആകുമ്പോൾ a+g. എന്നിട്ട് അപ്വേർഡ് ആദ്യം ചെയ്ത് ഡൗൺവേർഡ് പിന്നെ ചെയ്തു, അങ്ങനെ നോക്കി. ഇതങ്ങനെയൊന്നുമില്ല, ഒറ്റയടിക്ക് അങ്ങ് ചെയ്യുക. ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് അളക്കുമ്പോൾ അത് താഴോട്ടേക്കാണ് h നെഗറ്റീവ് എടുക്കണം. പക്ഷേ ഇപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയേ വേണ്ടൂ. ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ 25 ഉള്ളൂ. അത് ഡൗൺവേർഡ് ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ വന്നത്. ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റ് ഇങ്ങനെയല്ലേ വരിക, ഡൗൺവേർഡ്. അപ്പോൾ -25 എടുക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് -25 എടുത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ് വിത്ത് ഇനീഷ്യൽ സ്പീഡ് 29.4. ഇനീഷ്യൽ സ്പീഡ് 29.4 meter per second. What is the direction of acceleration during upward motion of ball? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂറിങ് അപ്വേർഡ് മോഷൻ? വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്? വെലോസിറ്റിയും ആക്സലറേഷനും അറ്റ് ഹയസ്റ്റ് പോയിന്റ്. ടു വാട്ട് ഹൈറ്റ് ബോൾ റൈസ് ആൻഡ് ആഫ്റ്റർ ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ ടു പ്ലേയേഴ്സ് ഹാൻഡ്സ്? ടേക്ക് g = 9. അപ്പോൾ g 9.8 വെച്ച് ചെയ്യണം. 9.8 വെച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, ഇതും ചെയ്യാൻ നമുക്ക് സ്പേസ് ഇല്ല, ബോർഡ് എടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ പ്ലെയർ ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടൊരു ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 29.4 meter per second ആണ്. ഇത്ര വെലോസിറ്റിയിലാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ? ഡയറക്ഷനാണ് ചോദിച്ചത്. ആക്സലറേഷൻ്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. നമ്മളെന്താ പറഞ്ഞത്? ആക്സലറേഷൻ എപ്പോഴും -g അല്ലേ ശരിക്കും? ശരിയായ സംഭവം ഇതല്ലേ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആയാലും ഈ ഒബ്ജക്റ്റ് അപ്വേർഡ് ആയാലും ഇത് ഡൗൺവേർഡ് വന്നാലും ആക്സലറേഷൻ -g എന്നല്ലേ പഠിച്ചത്. ശരിയായ സൈൻ കൺവെൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? നമ്മൾ പറഞ്ഞതാണ്. ആക്സലറേഷൻ ഇത് മുകളിലേക്ക് പോയാലും താഴോട്ട് വന്നാലും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ്? താഴോട്ടാണ്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു, ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ഡൗൺവേർഡ് ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്? വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്? അതും നമ്മൾ പറഞ്ഞതാണ്. ഹയസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ -g ആണ്. പഠിച്ചിട്ടില്ലേ? പറഞ്ഞാണ് നമ്മൾ, ഇതൊക്കെ പറഞ്ഞാണ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാൽ. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ -g ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. വെലോസിറ്റി 0, ആക്സലറേഷൻ -g. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ്, എപ്പോഴും ഡൗൺവേർഡാണ്. ഓക്കെ, തേർഡ് വൺ ഇത് എത്ര ഹൈറ്റ് വരെ പോകും എന്നാണ്. തേർഡ് വൺ എത്ര ഹൈറ്റ് വരെ പോകും? അത് നമ്മൾ ഇക്വേഷൻ പിന്നെ ഇങ്ങനെ എല്ലപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കംപ്ലീറ്റ് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നൊന്നുമില്ല. എത്ര ഹൈറ്റ് വരെ പോകും എന്നല്ലേ ക്വസ്റ്റ്യൻ.
ഇതിനൊക്കെ നമ്മൾ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേത്തെ ക്വസ്റ്റ്യനിൽ ഞാനെല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. പക്ഷേ നമ്മൾ ഇതിനൊക്കെ ഇക്വേഷൻ ഇതിനൊക്കെ ഈ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കേസ് ഞാൻ പല ഇക്വേഷൻ പറഞ്ഞിന്. അതായത് ഇത് മുകളിലെത്താനുള്ള ടൈം എത്രയായിരുന്നു? u/g. മുകളിലെത്താനുള്ള ടൈം u/g. ഇനി എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്താൽ മുകളിൽ നിന്ന് താഴെ വരെയുള്ള ടൈമും u/g തന്നെ. പിന്നെ മുകളിലേക്ക് പോകുന്ന ഹൈറ്റ്, അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ള ഹൈറ്റാണ് ചോദിച്ചത്. ഹൈറ്റിനൊരു ഇക്വേഷൻ ഉണ്ട്, u²/2g. അത് പോയ ഹൈറ്റ് u²/2g. ഞാൻ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ എല്ലാം ചെയ്തൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ കയ്യിൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹൈറ്റ് കാണേണ്ട ഇക്വേഷൻ ഇത് പോയ ഹൈറ്റ് കാണേണ്ട ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, u²/2g എന്നായിരുന്നു. u²/2g. ഓക്കെ, സോ u². ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ -9.8 ഒന്നും എടുക്കല്ലേ. ഇത് നമ്മൾ ഓൾറെഡി ആ സൈനൊക്കെ എടുത്തിട്ട് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഇക്വേഷനാണ്. ഇങ്ങനെ ഈ ഇക്വേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ -9.8 അങ്ങനെയൊന്നും കൊടുക്കല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 9.8 തന്നെ കൊടുത്തേക്കുക. കാരണം അതൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചത്, ഡിറൈവ് ചെയ്ത് വെച്ചത്. ഓക്കെ, u². u എത്രയാണ്? 29.4. 29.4 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 29.4 × 29.4. 29.4 സ്ക്വയർ ഡിവൈഡ് ബൈ 2g. 2 × g 9.8. 9.8ഉം 29.4ഉം ക്യാൻസൽ ചെയ്താൽ 3 കിട്ടുക. ചെയ്ത് നോക്കിയാൽ മതി. 3 കിട്ടുക. ഇനി 2ഉം 29ഉം 14.7 വരും. സോ ഹൈറ്റ് കിട്ടുക 3 × 14.7 വരും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 44.1 മീറ്റർ വരും. ഹൈറ്റ് 44.1 മീറ്റർ കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റിട്ടേൺ ടു പ്ലെയേഴ്സ് ഹാൻഡ്സ്? അതായത് ഇത് ഒരു പ്ലെയർ ഇവിടുന്ന് ബോൾ എറിഞ്ഞു, ഇത് മുകളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരിച്ചെത്താനുള്ള ടൈമാണ് ചോദിച്ചത്, ടോട്ടൽ ടൈമാണ് ചോദിച്ചത്. അപ്പോൾ മുകളിലേക്കുള്ള ടൈം എത്രയായിരുന്നു? അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, മുകളിലേക്കുള്ള ടൈം എത്രയായിരുന്നു? u/g. ഇനി എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്താൽ താഴോട്ടേക്കുള്ള ടൈമും u/g. അപ്പോൾ നമ്മളൊരു ടോട്ടൽ ടൈമാണ് ചോദിച്ചത്. ടോട്ടൽ ടൈമിന് ഞാനൊരു പേര് പറഞ്ഞിട്ടുണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനൊക്കെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈമാണ് ചോദിച്ചത്. u/gയും 2u/g. ഇതിൻ്റെ പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടോട്ടൽ ടൈം 2u/g. സോ 2 × u എത്രയാണ്? 29.4/g 9.8. നമ്മൾ പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്താൽ 3 ആണെന്ന് പറഞ്ഞു. 2 × 3 6. സോ 6 സെക്കൻഡ്. ഇതാണ് ആൻസർ. ക്ലിയർ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ.